എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നമ്മൾ ഭഗവത്ഗീത 11-ാം അധ്യായം തുടങ്ങി വെച്ചു. 11-ാം അധ്യായത്തിലെ ടോപ്പിക് എന്താണ്? അധ്യായത്തിന്റെ പേര് പോലെ തന്നെ വിശ്വരൂപ ദർശനം. അപ്പൊ വിശ്വരൂപ ദർശനം എന്ന് വെച്ചാൽ വിശ്വരൂപ ഈശ്വര ദർശനം. നമുക്കപ്പോൾ ആ ഈശ്വര ദർശനം എന്താണെന്നുള്ള തികച്ചും മനസ്സിലാക്കണം. അതിന് ഈശ്വര ദർശനം നമ്മൾ നമ്മളുടെ പുരാണങ്ങളിലെല്ലാം പലർക്കും ഈശ്വര ദർശനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സിനാരിയോസ്, ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഭക്തന്മാർക്ക് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവത് സ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പല ഉദാഹരണങ്ങളും പല സന്ദർഭങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഓരോ സന്ദർഭങ്ങളിലും എപ്പോഴൊക്കെ ഈശ്വര ദർശനം ഉണ്ടായിട്ടുണ്ട് ഭക്തർക്ക്, അതെല്ലാം തന്നെ വളരെ മാസ്മരികവും ഊർജ്ജസ്വലവും ത്രില്ലിങ്ങും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ രാമായണത്തിൽ ശബരി ഭഗവാനെ കാണുന്നു, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണുന്നു. അപ്പം ശബരി കാത്തുകാത്തിരിക്കുകയാണ്, എപ്പോൾ എൻ്റെ പ്രഭുവിനെ കാണാൻ പറ്റും എന്ന് കാത്തുകാത്തിരിക്കുന്ന ശബരിയുടെ മുമ്പിൽ ഭഗവാൻ എത്തിച്ചേരുമ്പോൾ അപ്പം ശബരിക്ക് എന്താണ്, ശബരിയുടെ ഒരു എന്താ പറയുക, ജീവിത സാക്ഷാത്കാരം നേടിയ അവസ്ഥയാണ് ശബരിയുടെ. അപ്പം ഇങ്ങനെ നമുക്കിപ്പോൾ ജീവിതത്തിൽ ഏതൊരു അനുഭവവും അത് വളരെ ദിവ്യ അനുഭവമായിട്ടാണ് പറയുന്നത്, അല്ലെ? നമുക്കും ആലോചിച്ച എന്താ ഭാഗ്യം, ശബരിയുടെ ഭാഗ്യം, അല്ലെങ്കിൽ വേറൊരു ഇത്രയും പരമഭക്തരായ ഒരാളുടെ ഭാഗ്യം ഭഗവാനെ നേരിൽ ദർശനം കിട്ടുക എന്ന് വെച്ചാൽ. അപ്പം അങ്ങനത്തെ ആ ദിവ്യ അനുഭവം, ഏത് അനുഭവങ്ങൾക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അതായത് അനുഭവം നൽകുന്ന ഒരു വസ്തുവോ ആളോ, അനുഭവം നൽകുന്ന വസ്തുവോ ആളോ, അനുഭവിക്കുന്ന വ്യക്തി, അല്ലെ? ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് അനുഭവം എന്ന കാര്യം ഉണ്ടാവുക. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സ്വാമിജിമാരൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു ദിവ്യമായിട്ടൊരു എക്സ്പീരിയൻസിന് എന്തൊക്കെ വേണം? ഒരു എക്സ്പീരിയൻസ് ഗിവർ ആണായിട്ട് ഒരു കാര്യം വേണം, പിന്നെ ആ എക്സ്പീരിയൻസർ ആയിട്ടുള്ള ആ വ്യക്തിയും വേണം. അപ്പോഴാണ് ആ എക്സ്പീരിയൻസ് അനുഭവ വേദ്യമാകുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ ആ സിനിമ എന്ന ആ ഒരു ഒബ്ജക്റ്റ്, ആ സിനിമ ആസ്വദിക്കുന്ന വ്യക്തി എന്ന സബ്ജക്റ്റ്, അപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മുഴുകുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്ന് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ എപ്പോഴാണ് ഒരു സിനിമ ആസ്വദിക്കുക, നമ്മൾ അതിലോട് ലയിച്ച് ചേരുമ്പോഴാണ് നമ്മൾ അതിൽ ചേർന്ന് ചിരിക്കുക, അതിലത്തെ സന്ദർഭം അനുസരിച്ച് നമ്മൾ കരയുക. ഒന്ന് ആലോചിച്ച് നോക്കും. സിനിമയാണെന്ന് നമുക്ക് അറിയാം, പക്ഷെ വെറും എത്രയോ ടേക്കുകൾ എടുത്തിട്ടാണ് ഓരോ രംഗവും ഉണ്ടാക്കുന്നത് അറിയാം. എന്നിട്ടും നമ്മൾ അതിനോട് കൂടി ചേർന്ന് അതിനോട് താതാത്മ്യം അതായി മാറി നമ്മൾ അത് അനുഭവം അവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കാം. അവിടുത്തെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ വിൽ ബി സോ ത്രിൽഡ്. നമ്മൾ സീറ്റിന്റെ തന്നെ വക്കിലിരുന്നിട്ട് ആകാംക്ഷയോടെ കാണും. അല്ല വിഷമമുള്ളൊരു സന്ദർഭമാണെങ്കിൽ പല സിനിമകളും അറിയാലോ, കണ്ണീർ സിനിമകൾ, ആൾക്കാർ കരഞ്ഞ് പൊളിക്കും. അപ്പോൾ ഈശ്വര ദർശനം അതിനെക്കാട്ടിലൊക്കെ എത്രയോ 10 മടങ്ങ് ത്രില്ലിംഗ് ആയിട്ടുള്ള, ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള, വളരെ വളരെ ഔന്നത്യത്തിലുള്ള, എലിവേറ്റിംഗ് ആയിട്ടുള്ള
എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് മുഴുവനുമായിട്ടും അറിയണമെങ്കിൽ, ആ ഒരു അനുഭവം ഉൾക്കൊള്ളണമെങ്കിൽ, അപ്പൊ ഈശ്വര ദർശനം എന്ന അനുഭവമാണ്. ആ അനുഭവം ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? അത് എന്ത് വേണം എന്ന് വെച്ചാല്, അതിന് ഇനി ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോവുകയാണെന്ന് വെച്ചാല്, ഏത് അനുഭവവും ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ചില കലാരൂപങ്ങൾ, വളരെ വിശ്വപ്രസിദ്ധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ. ഒരു ഉദാഹരണം കഥകളി. അപ്പോൾ കഥകളി ആഹ്, വളരെ വളരെ കൂടുതൽ പ്രയാസമേറിയതും ലോകത്ത് മുഴുവനും തന്നെ വളരെ വളരെ ഉയർന്ന തലത്തിൽ നോക്കിക്കാണുന്നതുമായ ഒരു കലാരൂപമാണ്. നമ്മൾ മലയാളികളാണ്, കേരളമാണ് കഥകളിയുടെ ഉത്ഭവസ്ഥാനം. എന്നാല് ഇപ്പോ കഥകളിയെ പറ്റി ആധികാരികമായിട്ട് അറിയാത്ത ആൾക്കാരെ പിടിച്ച് അത് കാണാൻ ഇരുത്തി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ഒന്നുകിൽ അവർ ഉറങ്ങും, അല്ലെങ്കിൽ അവരവിടുന്ന് എഴുന്നേറ്റ് പോവും, അല്ലെങ്കിൽ ഇതെന്ത് എന്ത് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നുള്ള അതിനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ. അപ്പൊ എന്തൊരു ഉന്നത കലാ സൃഷ്ടിയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയാതെ, അതായത് കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. ഇനി വേറെ അതേപോലെ തന്നെ ഒരു സിമിലർ ആർട്ട് ഫോം തന്നെയാണ് കൃഷ്ണനാട്ടം. അപ്പൊ കൃഷ്ണനാട്ടം അതെ വളരെ ദൈവീകമായിട്ടുള്ള കലാരൂപമാണ്. അപ്പൊ കൃഷ്ണനാട്ടം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മനസ്സ് വേണം. എന്നാൽ മാത്രമാണ് അനുഭവിക്കാൻ പറ്റും. ഇനി ഒന്നും വേണ്ട. നമ്മുടെ കർണാടക സംഗീതം തന്നെ എടുക്കാം. കർണാടക സംഗീതത്തിനോട് ഒരു അഫിനിറ്റി ഇല്ലാത്തവരോട് അത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എന്തിനാണ് ഇവരിങ്ങനെ നീട്ടി നീട്ടി പാടിയതേ പാടുന്നത്? അതൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോരെ? അതേ സമയം ആ സംഗീതത്തിനോട് താല്പര്യം, അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ളവർ അതെങ്ങനെ ആസ്വദിക്കുന്നു. അപ്പോൾ നമുക്ക് ഈശ്വര ദർശനത്തിന്റെ കാര്യത്തിലും ഇത് വളരെ 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 പ്രസക്തമാണ്. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന നിലയ്ക്കുള്ള വളരെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര ദർശനം ഉണ്ടായാൽ അത് മുഴുവനുമായിട്ടും ആസ്വദിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും സാധിക്കുള്ളൂ. ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് സാധിക്കുക? പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിനാണ് സാധന വേണം എന്ന് പറയുന്നത്. സാധന ഉള്ള ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുള്ളൂ. അത് നമുക്ക് പിന്നെയും രാമായണത്തിലേക്ക് തന്നെ വരാം. ഇപ്പൊ രാമായണത്തില് നമ്മൾ പറഞ്ഞു, ശബരി ഭഗവാനെ കണ്ട് സായുജ്യം നേടി, ജന്മ സാഫല്യം തന്നെ നേടി. അതെല്ലാവർക്കും അറിയുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് കഥ സന്ദർഭത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതേ ശ്രീരാമനെ, അപ്പം മഹാവിഷ്ണുവിന്റെ അവതാരമായ അതേ ശ്രീരാമനെ കാണുന്ന വ്യക്തിയാണ് രാവണനും. രാവണന് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായോ? ഇല്ല. അപ്പോൾ നല്ല ഒരു ഉദാഹരണം ആയിട്ട് തോന്നും. അപ്പൊ എത്രമാത്രം നമ്മൾ അപ്പം ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? കാണുന്ന ശ്രീരാമനെ സംബന്ധിച്ച് യാതൊരു മാറ്റവും ഇല്ല. യുദ്ധത്തിന് വരുന്ന ശ്രീരാമന്റെ യുദ്ധത്തിന് വരുന്ന രാവണനോട് ശ്രീരാമൻ ദേവൻ എന്താ പറയുന്നത്? പറഞ്ഞ് പിന്നെയും ഉപദേശവും അവസരം കൊടുക്കുന്നുണ്ട്. ഇനിയും വൈകിട്ടില്ല, നീ ചെയ്ത അധർമ്മമാണ്, ഇപ്പോഴും നിനക്ക് എന്റെ പത്നിയെ തിരിച്ചു തരാം, അപ്പം നീ ഇന്ന് പോയിട്ട് ഇനി നാളെ വാ, ആലോചിച്ചിട്ട് വാ എന്ന് പോലും അങ്ങനെ പോലും സന്ദർഭം കൊടുക്കുന്നുണ്ട്. എന്നാലും യാതൊരു തരത്തിലുള്ള മാറ്റവും രാവണനിൽ ഉണ്ടാവില്ല. അപ്പം എന്താണ് നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ എന്താ? ഇപ്പൊ ശബരി ശ്രീരാമനെ കാണുമ്പോഴും രാവണൻ കാണുമ്പോഴും തമ്മിൽ എന്താ വ്യത്യാസം? ശ്രീരാമദേവനെ സംബന്ധിച്ച്, ഭഗവാനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസമില്ല. ഭഗവാൻ അപ്പോഴും ഭഗവാനാണ്, ഇപ്പോഴും ഭഗവാനാണ്. ശബരിയുടെ മുന്നിലും അതേ ഭഗവാനാണ്, രാവണന് മുന്നിലും അതേ ഭഗവാനാണ്. അപ്പൊ എന്താണ് വ്യത്യാസം? വ്യത്യാസം ഒരു കാര്യത്തിലേ ഉള്ളൂ, രണ്ടു കൂട്ടരുടെയും ചിത്തശുദ്ധി എന്ന കാര്യത്തിൽ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര ദർശനം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈശ്വര ദർശനം അല്ല, എല്ലാ ദർശനവും ഒരേപോലെ തന്നെ ബോറിംഗ് ആയിരിക്കും, ഒരേപോലെ തന്നെ കംപ്ലൈന്റുകൾ ഉണ്ടാക്കാനുള്ളത് മാത്രമായിരിക്കും, ഒരേപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം സദാ ഈ ഒരു ആ ഒരു തലം, അതായത് ചിത്തശുദ്ധി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ
വേണ്ടത് സാധന. സാധന എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് എഫേർട്ടാണ്. കൺസിസ്റ്റന്റ് എഫേർട്ട് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നതും സാധന തന്നെയാണ്. ഉം, അപ്പം നമുക്ക് ഈ ഇനി കൺസിസ്റ്റന്റ് എഫേർട്ട് വിത്ത് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മെന്റൽ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ചിത്തശുദ്ധിക്കായി ഉള്ള തുടർച്ചയായിട്ടുള്ള സാധന എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ തുടർച്ചയായിട്ടുള്ള സാധനയ്ക്ക് പറയുന്ന പേര് തന്നെയാണ് തപസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തപസ് എന്താണെന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് എഫേർട്ട് ടു റീച്ച് എ സ്പെസിഫിക് ഗോൾ, അതാണ് തപസ്. അല്ലാതെ ഒറ്റ കാലിൽ ഇരുന്നിട്ടോ താടി മുടി വളർത്തിയിട്ട് ഒരു നിഗൂഢമായ സ്ഥലത്ത് പോയിരിക്കുന്നതല്ല. സോ വെറെവർ യു ആർ, കൺസിസ്റ്റന്റ് എഫേർട്ട് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ, അതാണ് തപസ് എന്ന് പറഞ്ഞത്. അത് തന്നെ. അപ്പൊ ആ സാധന നമുക്കറിയാം, ഭക്തൻ മാത്രമല്ല പല പല അസുരന്മാരും തപസ് ചെയ്ത് ഭഗവാന്റെ ദർശനം സാധ്യമാക്കിയ ആൾക്കാരുണ്ട്. നമുക്ക് ഭസ്മാസുരനെ എടുക്കാം. ഭസ്മാസുരൻ അസുരനാണ്, തപസ് ചെയ്ത് ഭഗവാനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയതാണ്. പക്ഷേ അവിടെ എന്തിന്റെ ഒരു കുറവുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു, 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര ദർശനം കൊണ്ട് ഔന്നിത്യത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അതിന്റെ മുഴുവനുമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ, ജീവിതം സാർത്ഥകമാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭസ്മാസുരന് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. പക്ഷെ എന്താണ് അവിടെ? ചിത്തശുദ്ധി എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അവിടെ ഓൺലി സെൽഫിഷ് മോട്ടീവ് അല്ലേ? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാലും എനിക്ക് വേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ എന്നിട്ട് ആ കിട്ടിയ വരം ഭഗവാന്റെ മേലെ പോലും പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് മനസ്സ് നിത്യേന മനസ്സ് പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് സാധന. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ വിശ്വരൂപ ഈശ്വര ദർശനം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുക്കുകയാണെങ്കിലും ആദ്യത്തെ നാമം എന്താണ്? വിശ്വം അല്ലെ? വിശ്വം, വിഷ്ണു, വഷട്കാരോ, അങ്ങനെയല്ലേ തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ നാമം തന്നെ വിശ്വമാണ്. വിശ്വം എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രപഞ്ചം തന്നെ അത് ഈശ്വരസ്യ രൂപം. പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ രൂപമാണ് നമ്മൾ കാണുന്ന ഇവിടെ മുഴുവനും. അപ്പം ഭഗവാനാണ് ഇവിടെ സദാ സർവദാ നമുക്ക് എല്ലാമായിട്ടും കാഴ്ച തരുന്നത്. ആ ഭഗവാൻ നമ്മൾ കാണുന്നത് മുഴുവനും, അറിയുന്നത് മുഴുവനും, അനുഭവിക്കുന്നത് മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ത്രില്ലുണ്ടോ? ഓക്കെ, കാണുന്നതെല്ലാം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടോ? ഇതും ഭഗവാനാണ്. അപ്പോ അത് ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നമ്മൾ ആയിട്ടില്ല. നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിത്തശുദ്ധി ഇനിയും ആർജിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് യാതൊന്നും കർമ്മതതും നാരായണ പ്രതിമ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ, സർവ്വതും ഭഗവാൻ തന്നെയാണ് എന്നറിയാം. അപ്പം അപ്പൊ ചിത്തശുദ്ധിക്ക് എന്താ വേണ്ടത്? ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ ഇവിടെയും ഈ ആവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ ആ ചിത്തശുദ്ധി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ചിത്തശുദ്ധി എന്ന് വെച്ചാൽ പ്യൂരിറ്റി ഓഫ് മൈൻഡ്. ചിത്തശുദ്ധിക്ക് വേണമെങ്കിൽ നമുക്ക് 6 പേരെ നമ്മൾ ടോട്ടലി ഒഴിവാക്കണം. 6 പേരുടെ പേരാണ് ഷഡ് രിപുക്കൾ. ഷഡ് എന്ന് വെച്ചാൽ 6, രിപു എന്ന് വെച്ചാൽ ശത്രുക്കൾ. 6 ശത്രുക്കളെ നമ്മൾ ഒഴിവാക്കണം, അടിച്ചോടിക്കണം, അല്ലെങ്കിൽ ഏറ്റവും മിനിമൈസ് ചെയ്യണം. ഷഡ് രിപുക്കളെ അറിയാം നമുക്ക്: കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഈ 6 പേരും നമ്മൾ വിശ്വരൂപ ദർശനം, അതല്ലെങ്കിൽ ഈശ്വര ദർശനത്തിൽ ഈ 6 പേരും എന്ത് റോളാണ് എടുക്കുക? ഈ 6 നമുക്ക് ദർശനമാണ് അല്ലെ? ആ ദർശനത്തിന് നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ് നമുക്ക് കണ്ണ്. ഇപ്പൊ കണ്ണില് ഒരു തിമിരമോ ഒരു കാഴ്ചക്കുറവോ അത് നമ്മുടെ ആ കാഴ്ചയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന
ഘടകങ്ങളാണ് ഈ 6 പേരും. ഈ 6 പേരെയും എടുത്ത് ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ അഹങ്കാര, മമകാരാദി ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഒഴിവാക്കി കിട്ടുള്ളൂ. അപ്പം നമുക്കിപ്പം അർജുനൻ ചോദിച്ച ചോദ്യം, അപ്പം അർജുനന്റെ കണ്ടീഷനും നമുക്കിപ്പം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അർജുനൻ എന്താ പറയണം? ഭഗവാൻ തന്നെ ഇതിനു മുമ്പുള്ള നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധ്യായങ്ങളിൽ 7-ാമത്തെ 9-ാമത്തെ 10-ാമത്തെ ഒക്കെ അധ്യായങ്ങളിൽ ഭഗവാൻ എന്താണ്, ഭഗവാൻ ജഗത് കാരണമാണ്, ഇവിടെ എല്ലാം തന്നെ ഇവിടുത്തെ വിഭൂതികൾ വളരെ മഹാത്മ്യമേറിയ കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ എന്താണ് ജഗത് കാരണമായ ഭഗവാൻ എന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ് ഇവിടെ ഓരോന്നുമായിട്ടും കാണുന്നത്, അറിയുന്നത്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അതിൻ്റെ നാമരൂപങ്ങളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ ഭഗവാനാകുന്ന ആ മഹാസമുദ്രത്തിലെ ഓരോ അലകളാണ്. ഓരോ അലകൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബബിളായിരിക്കാം. ആ വലിയ സാഗരത്തിൽ, ആ മഹാസാഗരത്തിലെ ഓരോ അലകൾ മാത്രമാണ് ഇവിടുത്തെ ഓരോന്നും. അൾട്ടിമേറ്റ്ലി എവ്രിതിങ് ഈസ് ഇൻ ഭഗവാൻ എന്ന് അറിയണം. അപ്പൊ എന്താണ്? നാമരൂപങ്ങളിൽ മാത്രമേ ഭേദമുള്ളൂ. അതായത് വളയായും മോതിരമായും മാലയായും കമ്മലായും ഇപ്പൊ പേരും നാമവും രൂപവും അതിന്റെ ഷേപ്പും വ്യത്യാസമുണ്ട്. ഈ കാണപ്പെടുന്നത് ഒരേ സ്വർണം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സർവ്വതും ഭഗവാൻ തന്നെയാണ് എന്ന് അറിവ് നല്ലപോലെയുണ്ട്. പക്ഷേ എനിക്ക് ഈ ഈശ്വര ദർശനത്തിന്റെ ആ പ്രസക്തി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇമ്പാക്റ്റ്, ആ അനുഭവം, പൂർണ്ണമായിട്ടുള്ള അനുഭവം കിട്ടുന്നില്ല. അറിവുണ്ട്, അനുഭവം കിട്ടുന്നില്ല. അതുകൊണ്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഈ അഹങ്കാര മമകാര രഹിതമായിട്ടുള്ള മനസ്സ് അതെനിക്ക് മിസ്സിങ് ആണ്. അപ്പം എന്താ നമ്മളിപ്പോൾ കാണുന്നത്, സാധാരണ എന്താണോ കാണുന്നത്, ഇപ്പം ഒരു പെണ്ണാണെങ്കിൽ പെണ്ണായി കാണുന്നു, പക്ഷെ അതും ഈശ്വരനായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ കാഴ്ച വേണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മനസ്സ് സദാ പ്രിപ്പയർഡ് ആയിരിക്കണം, അതിന് സാധന, ആ ഈശ്വര വിഷയങ്ങളിൽ വ്യാപൃതരായിരിക്കണം. മാത്രമല്ല ചിത്തശുദ്ധി ഉണ്ടാവുകയും വേണം എന്ന് പറഞ്ഞു. അപ്പം ആ ചിത്തശുദ്ധി എന്ന അവസ്ഥ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് ദർശനമാണ്, കാഴ്ചയാണ്. അപ്പൊ ഈ 2 കണ്ണല്ലാതെ 3ാമത്തെ ആ കണ്ണ് തുറക്കണം. അതിന്റെ പേരാണ് ആ ദിവ്യമായിട്ടുള്ള ആ കണ്ണ്. ദിവ്യമായിട്ടുള്ള കണ്ണ് ഈ സാധാരണയുള്ള മാംസ കണ്ണല്ലാതെ ദിവ്യമായിട്ടുള്ളൊരു കണ്ണിൽ കൂടെ നോക്കിയാലാണ് നമുക്കത് സാധ്യമാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ലഡുവിനെ സാധാരണ കാണുമ്പോൾ അത് ലഡു ആവുന്നു, പക്ഷെ അത് അമ്പലത്തിലെ പ്രസാദമായി കിട്ടുന്നത് പറയുമ്പോൾ തിരുപ്പതിയിലെ ലഡുവാന്ന് അറിയുമ്പോൾ അപ്പോൾ ടോട്ടലി നമ്മളുടെ അതിനോടുള്ള സമീപനം മാറുന്നു. അപ്പം അതെങ്ങനെയാ പറ്റുന്നത്? ഈ 2 ആ മാംസക്കണ്ണിന്ന് മാറിയിട്ട് എന്ത് പറ്റുന്നു? ആ ദിവ്യമായിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കുന്നത്. അതാണ് ആ 3ാമത്തെ തൃക്കണ്ണ്. 3ാമത്തെ കണ്ണ് തുറക്കുകയാണ്. അപ്പം ആ 3ാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എന്താ വ്യത്യാസം? 3ാമത്തെ കണ്ണ് ശബരിക്കുണ്ട്, പക്ഷെ രാവണന് ഇല്ല. അപ്പൊ അത് ദിവ്യമായിട്ടുള്ള ആ കണ്ണാണ്. അപ്പം ദിവ്യമായിട്ടുള്ള കണ്ണിന്റെ പേരാണ് ദിവ്യമായിട്ടുള്ള ചക്ഷു. അതെങ്ങനെയാണ് ദിവ്യമായ ചക്ഷു ഉണ്ടാവുക? അതിനൊരേ ഒരു ക്വാളിഫിക്കേഷനാണ് ചിത്തശുദ്ധി. അപ്പൊ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ദിവ്യമായിട്ടുള്ള കണ്ണ് നമുക്ക് തുറന്ന് പ്രവർത്തിക്കുള്ളൂ. അതിന് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ, പരംധാമ ഭഗവാനെ, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യോ? എനിക്ക് ആ ദർശനം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് മൈൻഡാണ് അല്ലെ, ആ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് അർജുനൻ. നമ്മള് 3ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട്. എക്സ്ക്യൂസ് മീ ജ്യോതി, ആദ്യത്തെ 2 ശ്ലോകങ്ങളും കൂടെ ഒന്ന് ചൊല്ലാമോ പ്ലീസ്? ഓക്കെ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസഞ്ജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വികദോ മമഃ.
भवाप्ययो हि भूतानां श्रुतौ विस्तरशो मया त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् एवमेतद्यथा तत्त्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ഐശ്വരം പുരുഷോത്തമ. അപ്പം നമ്മള് വിശ്വരൂപമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ വിശ്വരൂപം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലും അങ്ങനെയല്ലേ, ഭൂപാദോ യസ്യനാഭ് വേദസുരനില ചന്ദ്ര സൂര്യോജ നേത്ര എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ഭൂ എന്നുള്ളത് പാദം, അങ്ങനെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന വ്യാപ്നോതി, ആ വിഷ്ണു എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം അതാണ്. അപ്പം അത് പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ്. അപ്പം എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ലോകവുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ദർശനം കിട്ടുന്നില്ല. അതിന് പകരം എന്താ പറ്റുന്നത്? ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ദേഷ്യം, സങ്കടം, കംപ്ലൈന്റ്, നെഗറ്റിവിറ്റി, നിരാശ, ആങ്സൈറ്റി, ഇതൊക്കെയാണ് കിട്ടുന്നത് ലോകവുമായിട്ട്. അപ്പൊ എവിടെയാണ് ഈ ഡിഫക്റ്റ്? അതുകൊണ്ട് അർജുനൻ പറയണ തേ രൂപം, ഭഗവാന്റെ ആ രൂപം ദ്രഷ്ടും ഇച്ഛാമി, എനിക്ക് ആ പറയുന്ന ഭഗവാന്റെ സദാ എല്ലായ്പ്പോഴും കാണണം. അതെങ്ങനത്തെ രൂപം? വിശ്വരൂപം, തേ രൂപം, ഐശ്വര്യം രൂപം, ഐശ്വര്യപൂർണമായിട്ടുള്ള രൂപം എനിക്ക് കാണണം, അല്ലയോ പുരുഷോത്തമ എന്ന് ആണ് പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് അപ്പൊ എന്താണ് കണ്ടിന്യൂസ് തുടർന്ന് എന്താ പറയുന്നത് നോക്കാം. 4-ാമത്തെ ശ്ലോകം. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. അപ്പോ നമുക്ക് അറിയാം ഇവിടെ ഈ കാണുന്ന ആൾക്കുടെയാണ് പ്രശ്നം എന്നുള്ള അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം. അപ്പൊ എവിടെയാണ് പ്രശ്നം? ഇപ്പൊ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് അവിടെ അല്ല പ്രശ്നം, കാണുന്ന ആളുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിലും ആ ഒരു ഡിവിനിറ്റി കാണാൻ കഴിയുന്നില്ല, അത് കാണുന്ന ആൾക്കാരാണ് പറ്റാത്തത്. അതുകൊണ്ട് ആ ദൈവീകമായിട്ടുള്ള ആ ഐശ്വര്യമായിട്ടുള്ള തത് ദ്രഷ്ടും ശക്യം യതി മന്യസേ. അപ്പം എനിക്കത് കാണാൻ എനിക്കത് കാണാൻ കഴിയുമാറ് എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരൂ. നമ്മൾ പറഞ്ഞു, അപ്പം മനസ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പം എനിക്ക് ആ ദിവ്യമായിട്ടുള്ള ആ ദർശനം കാണാനായിട്ട് എൻ്റെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരുമോ ഭഗവാനെ എന്ന് പറയാം. അപ്പം സാധാരണ ഈ ഇപ്പൊ ചിത്തശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നാളെ രാവിലെ ഞാൻ എല്ലാം അടിച്ചു വാരി നിന്റെ മനസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ അടുത്ത നിമിഷത്തേക്ക് ആക്കി തരാന്ന് പറഞ്ഞാൽ പറ്റുന്ന ഏർപ്പാടല്ലാന്ന് അത് നമുക്കറിയാം. അപ്പോ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. അതെന്ന് വെച്ചാൽ അത് ഇറ്റ് ടേക്സ് ടൈം അല്ലെ. ചിത്തശുദ്ധി എന്ന് പറഞ്ഞ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ധാരാളം സമയം എടുത്ത് മാത്രം നടക്കുന്ന വിഷയമാണ്. അപ്പോ അർജുനൻ ഇപ്പൊ ചോദിക്കുന്നത് ഭഗവാന്റെ അടുത്ത് അതിന് അപ്പം ഉപാസനയും സാധനയും ഒന്നും അതിൽ കൂടെയൊക്കെ ആവുമ്പോൾ അതൊരു വളരെ സ്ലോ പ്രോസസ്സാണ്, പെട്ടെന്ന് നടക്കുന്നതല്ല. അപ്പം ഈ ചോദ്യത്തിലൂടെ അർജുനൻ ചോദിക്കണം, അപ്പം അതൊന്നും അല്ലാതെ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും ഓക്കെ, അത്രയൊന്നും സമയം എടുക്കാതെ എനിക്കിത് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? കെൻ യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് ദാറ്റ് ടെമ്പററി വിഷൻ അറ്റ്ലീസ്റ്റ്, ആ വിശ്വരൂപ ദർശനം. എന്നിട്ട് അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാനെ വിളിക്കുന്നത് എന്താണ്? യോഗേശ്വര. നമ്മളെപ്പോഴും പറയുന്ന പോലെ യോഗേശ്വര എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. യോഗേശ്വര. അപ്പോൾ വളരെ ഭഗവാൻ അർജുനനെ വിളിക്കുന്ന പേരുകളാണെങ്കിലും അർജുനൻ ഭഗവാനെ വിളിക്കുന്ന പേരാണെങ്കിലും വളരെ ആപ്റ്റായിട്ടുള്ള ഇതാണ്. അപ്പൊ യോഗേശ്വര എന്ന് പറയുമ്പം ആ ഡിവൈൻ കഴിവുകളുള്ള, ആ സിദ്ധികളുള്ള, യോഗങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ. സോ യു ഹാവ് ദ മാജിക്കൽ പവേഴ്സ്. ആ മാജിക്കൽ പവേഴ്സിന്റെ മാസ്റ്ററായ ഭഗവാനെ എന്നാണ് യോഗേശ്വര എന്ന്
ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു ഹാവ് ദോസ് മാജിക്കൽ പവേഴ്സ്, മിറാക്കുലസ് ആയിട്ടുള്ള പവേഴ്സ് ഉള്ള ആളാണ് യോഗേശ്വരൻ. അപ്പോൾ ആ യോഗങ്ങളുടെ ഈശ്വരൻ. അപ്പം അതുകൊണ്ട് ഈ തടസ്സങ്ങൾ എനിക്ക് കാണാനുള്ള അഴുക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു കാറ്ററാക്ട് പോലെ. ദർ ആർ സം തിങ്സ് വിച്ച് ആർ ഹാമ്പറിങ് മൈ വിഷൻ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിത്തരുമോ? അപ്പൊ യോഗേശ്വര തതഹ, അപ്പോൾ ആത്മാനം ദർശയ, അങ്ങനെ മാറ്റി തന്നാൽ, ആത്മാനം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, അപ്പം ആത്മാനം എന്നപ്പോ അങ്ങയുടെ ആ വിശ്വരൂപ ദർശനം എനിക്ക് കാണിച്ചു തരാൻ കാണിക്കാൻ വേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ടെമ്പററി ആയിട്ട് എങ്കിലും. അപ്പോ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ദെയർ. പക്ഷെ അതിന് ഈ തടസ്സങ്ങൾ മാറ്റിത്തരാൻ പറ്റുമോ എനിക്ക്? അതുകൊണ്ട് ഭഗവാൻ ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം അവ്യയം ഭഗവാന്റെ ആ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ അവ്യയം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്. അത് ഇൻഫിനിറ്റ് ആണ്, അതിന് അനന്തമാണ്, അതിന് ഒരു എണ്ണം എടുക്കാൻ പറ്റില്ല. അത് ഒരു എക്സോസ്റ്റിബിൾ ആണ്. വ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെലവാക്കുകയാണ്. ഇത് ചെലവായാൽ തീരാത്തതാണ്, അവ്യയമാണ്. അവ്യയമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം, അതുകൊണ്ടാണ് അതിന് വിശ്വരൂപം എന്ന് പറയുന്നത്. അല്ലാതെ ഏകരൂപമല്ലല്ലോ, വിശ്വരൂപം. ഇറ്റ് ഈസ് എവ്രിതിങ്. ആ അനേക രൂപമായിട്ടുള്ള അവ്യയമായിട്ടുള്ള രൂപം ഒന്ന് കാണിച്ചു തരാൻ എനിക്ക് പറ്റും, കാണിച്ചു തരുമോ എന്ന്. തുടർന്ന് ഇനി ഭഗവാൻ പറയുകയാണ്, ഇവിടുന്ന് മുതൽ ഭഗവാൻ പറയാണ്. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇഹൈകസ്തം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സന്ദർഭമാണ്. നമുക്ക് സംസ്കൃതമൊന്നും അറിയാത്തതിന്റെ വിഷമമൊക്കെ ഏറ്റവും കൂടെ തോന്നേണ്ട ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. സോ ബ്യൂട്ടിഫുൾ. ഭഗവാൻ പറയുന്നതാണെങ്കിലും അതെ, പിന്നീട് അത് സഞ്ജയൻ റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അതെ, പിന്നെ അർജുനൻ പറയുന്നതാണെങ്കിലും അതെ. സോ ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ വിഷ്വലൈസേഷൻ ഇതിന്റെ. അപ്പം നമ്മൾ പഠിച്ചു, ഈ ചിത്തശുദ്ധി എന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര ദർശനം സാധ്യമാകുള്ളൂ എന്ന്. ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സർവ്വതിലും ഈശ്വരനെ അറിയാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്. അപ്പം അതിന് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒന്നാമത് വേണ്ടത് ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതചര്യയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ കാര്യം ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധർമ്മത്തിൽ ഊന്നിയ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ധർമ്മത്തിൽ ഊന്നിയ ജീവിതത്തിന് വേണ്ട കാര്യമാണ് ഭക്തി. അതെ, മൂല്യങ്ങളും, ഭക്തിയും മൂല്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ധാർമ്മികത ഉണ്ടാവുള്ളൂ. അപ്പം ആ ഭക്തിയും മൂല്യങ്ങളും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാവുമ്പോൾ മനസ്സ് സ്വാഭാവികമായിട്ടും നമുക്ക് പലതിലും ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന ഒരു സംഭവമല്ല. അപ്പം നമ്മുടെ അർജുനനാണെങ്കിലോ, പുള്ളി വളരെ ഭാഗ്യശാലിയാണ്, അല്ലെ? അല്ല, നമുക്ക് സംശയമൊന്നുമില്ല. അർജുനൻ വളരെ ഭാഗ്യശാലിയാണ്. ഭഗവാനല്ലേ മുന്നിൽ നിൽക്കുന്നത്? ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇദ്ദേഹം ഉപയോഗിക്കുകയാണ് ഈ ഒരു ചോദ്യത്തിൽ, ഈ ഒരു റിക്വസ്റ്റിലൂടെ. അപ്പം
ഇവിടെ എൻ്റെ മനസ്സിനെ താൽക്കാലികമായിട്ട് അത് കാണാനായിട്ട് ഒന്ന് സജ്ജമാക്കി തരുമോ എന്നുള്ള റിക്വസ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ നമുക്കറിയാം, ഈ ചിത്തശുദ്ധി എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന വിഷയമല്ല. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. അതിനുവേണ്ട പ്രോസസ്സും ഒക്കെ പെട്ടെന്ന് നടക്കുന്നതല്ല. അപ്പൊ ഭഗവാനോട് ചോദിച്ചത് ആ മിറാക്കുലസ് ആയിട്ട് എനിക്ക് ടെമ്പററി ആയിട്ട് മിറാക്കുലസ് ആയിട്ട് അങ്ങനെ ഭഗവാനെ ആ ഇത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ ആവുമ്പോ എന്താന്ന് വെച്ചാൽ കാണിച്ചു തന്നാലും അതിന് അത് പെർമനന്റ് ആയിട്ട് നിൽക്കില്ല. ബിക്കോസ് പെർമനന്റ് ആയിട്ടുള്ള വഴിയാണ് ചിത്തശുദ്ധി എന്നുള്ള വഴി. അപ്പം ഈ ഭഗവത് ദർശനം എന്നുള്ളത് വളരെ താൽക്കാലികമായിട്ട്, വളരെ ടെമ്പററി ആയിട്ട് മാത്രമാണ് സാധ്യമാവുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ത്രൂ എ മിറാക്കുലസ് ഇന്റർവെൻഷൻ അല്ലേ. അതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റും വളരെ ടെമ്പററി ആയിരിക്കും. അതിന്റെ ഗുണം മുഴുവനും നിലനിൽക്കുന്നത് അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതിപ്പോ ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ അധ്യായം തീരുന്നതിന് മുമ്പ് തന്നെ അർജുനൻ പറയുന്നത്, ഇത് ഈ വിശ്വരൂപ ദർശനം മതി, എനിക്ക് അത് വളരെ നല്ലതാണ്, പക്ഷെ എനിക്കത് ഇനി തുടർന്ന് വേണ്ട എന്ന് അർജുനൻ തന്നെ പറയുന്നുണ്ട്. അത് പറയും, തീർച്ചയായിട്ടും പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അർജുനന് അതൊരു ഒരു ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവെൻഷനിലൂടെ, ഭഗവാന്റെ ആ മിറാക്കുലസ് ഇന്റർവെൻഷനിലൂടെ കൊടുത്തത്. അപ്പൊ നമുക്ക് ഏതൊരു വ്യക്തിക്കും നമ്മളുടെ കഠിനാധ്വാനത്തിലൂടെയും നേരത്തെ പറഞ്ഞ പോലെ ആ സാധനയിലൂടെ നേടുന്നത് മാത്രമേ നിലനിൽക്കുള്ളൂ. ഇപ്പം ഇതൊരു ഷോർട്ട് കട്ടിലൂടെ കിട്ടുന്നതാണ്. ഷോർട്ട് കട്ടിലൂടെ കിട്ടുന്ന എന്തിനും തന്നെ ഏറ്റവും പരിമിതമായിട്ടുള്ള ഇഫക്റ്റും ഉണ്ടാവുള്ളൂ. പരിമിതമായ സമയത്താണ് അത് ലഭ്യമാവുകയും ഉള്ളൂ. അപ്പം ഇവിടെ ഭഗവാൻ പറയാണ്, അർജുനൻ ചോദിച്ചതല്ലേ, ഭഗവാൻ എന്താ നോ എന്ന് പറയില്ലല്ലോ അർജുനന്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചതല്ലേ, ഞാന് പറഞ്ഞത് ഞാൻ തരാം, ഞാൻ ചെയ്തു തരാം. അപ്പം ഞാന് നിനക്ക് ദിവ്യമായ ചക്ഷു തരാം. ദിവ്യമായ ചക്ഷു എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ആ ഷട്ട് വൈരികളെ, 6 ശത്രുക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ദർശനം. അതെന്താ, അതെപ്പോഴാണ്? അപ്പൊ ഭഗവാൻ അങ്ങ് അനുഗ്രഹിച്ചാൽ മതി, കഴിഞ്ഞു. ഭഗവാൻ അപ്പൊ ആ ഒരു അനുഗ്രഹം കൊടുക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ എന്താണ് ഉണ്ടാകുന്നത്? ആ ദിവ്യമായ ചക്ഷുവാണ്, ആ മൂന്നാമത്തെ കണ്ണ്. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അത് കിട്ടുകയാണ്, അത് കൊടുക്കാം എന്ന് പറയണം. അപ്പം അതുകൊണ്ട് പശ്യമേ പാർത്ഥ രൂപാണി, പശ്യം പറഞ്ഞ കാണുക അല്ലെ, പശ്യതി എന്ന് വെച്ചാൽ കാണുക. അപ്പൊ പശ്യമേ പാർത്ഥ നീ രൂപാണി, രൂപം എന്ന് വെച്ചാൽ നമുക്കറിയാം, മലയാളം അറിയാം. രൂപാണി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂറലാണ്. രൂപങ്ങൾ കണ്ടോളൂ. അപ്പൊ അർജുന, നീ എന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ കണ്ടോളൂ. ശതം പറഞ്ഞ 100 കണക്കിനുള്ള രൂപങ്ങൾ. ഇനി അതല്ല, ആയിരക്കണക്കിന്, സഹസ്രശ എന്ന് വെച്ചാൽ ആയിരക്കണക്കിനുള്ള രൂപങ്ങൾ, പല 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 രൂപങ്ങൾ കണ്ടോളൂ. ഇനി അതാ നാനാവിധത്തിലുള്ള നാനാവിധം മലയാളം തന്നെ, നാനാവിധത്തിലുള്ള രൂപങ്ങൾ കണ്ടോളൂ. ദിവ്യാനി, ദിവ്യം എന്ന് വെച്ചാൽ 1, ദിവ്യാനി എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലെ ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങൾ കണ്ടോളൂ. ഇനിയോ നാനാവർണ്ണ ആകൃതിച്ച, നാനാവർണ്ണങ്ങളിലും നാനാ ആകൃതിയിൽ, പല പല വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള എന്റെ രൂപം കണ്ടോളൂ. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ വളരെ കോൺഷ്യസ് ആയിട്ട്, ബോധപൂർവം മനസ്സിലാക്കണം. നമുക്ക് ഈ വിശ്വരൂപ ദർശനം എന്ന് വെച്ചാൽ, സാധാരണ നമ്മളുടെ ഈ ഒരു കാലണ്ടർ അല്ലെങ്കിൽ പിക്ചോറൽ ഡെപിക്ഷനിൽ കുറേ തലകളും, ആ തലകളിലൊക്കെ ഡിഫറെന്റ് ഭഗവാന്മാരും ഒക്കെ ആയിട്ട് ഭഗവാൻ അങ്ങ് നിൽക്കുന്ന ആ ഒരു രൂപം, അതിലും പല തലകളിലും പല കളേഴ്സും അല്ലെ. അപ്പൊ അങ്ങനെ ലിറ്ററലി അങ്ങനെ കൺവേർട്ട് ചെയ്യാതെ സർവ്വതും ഭഗവാനാണ് എന്നുള്ള ആ ഒരു ഓർമ്മ, ആ ഒരു രൂപം, അത് സർവ്വതും. അല്ലാതെ ഈ ഒരു കുറേ ഇപ്പം ഞാനൊരു ലോജിക്കലായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ രാവണനെ തന്നെ എടുക്കാം. രാവണന് 10 തല എന്ന് പറയും. അപ്പൊ രാവണന് 10 തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 10 ഒരു ഈവൺ നമ്പറാണ് അല്ലെ. ഈവൺ നമ്പർ ആയത് കാരണം ഒരിക്കലും അതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഒന്നുകിലും 11 തലയായിരിക്കണം, അല്ലെങ്കിൽ 9 തലയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നടുക്കൊന്നും നന്നാൽ അപ്പുറത്തും അപ്പോഴേ ഇത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ പോലും
ആ ഒരു വിശ്വരൂപം എന്നുള്ളത് സർവ്വതിലും ഭഗവാനെ കാണാനുള്ള ആ കഴിവ് എന്ന് തന്നെ എടുക്കണം. അപ്പം എല്ലാത്തിനും ഭഗവാനോട് നമിച്ചുകൊണ്ട് സകലതിനും ഭഗവാനോട് ആ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഓരോ അനുഭവങ്ങളിലും ഒരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്, ഈ അനുഭവത്തിൽ നിന്നും ഭഗവാൻ എന്ത് സന്ദേശമാണ് എനിക്ക് തരുന്നത്? എന്ത് അനുഭവം ആയിക്കോട്ടെ, അതിപ്പോ ഒരു ഭക്ഷണം കഴിച്ചത് നന്നായിട്ടുണ്ടെങ്കിൽ അതിന് എന്താ അനുഭവം, ഭക്ഷണം കഴിച്ചത് നന്നായിട്ടില്ലെങ്കിൽ അതിന് എന്താണ് ഭഗവാൻ എന്നോട് പറയുന്നത്? അപ്പൊ ഒന്ന് തലവേദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ പറയുന്നത്? പനി പിടിച്ച് കിടന്നാൽ എന്താണ് ഭഗവാൻ എന്ന് പറയുന്നത്? അല്ല, നല്ല സുഖമായിട്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്താണ് എന്നോട് പറയുന്നത്? നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടി, അതിന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? സോ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് ട്രൈങ് ടു ടീച്ച് മീ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കി? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അതാണ് വിശ്വം എന്ന് പറഞ്ഞാൽ, അതാണ് ആ ചൈതന്യം. വിശ്വം വിഷ്ണു വശ. അപ്പൊ വിശ്വം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്താണ് നമ്മളോട് വാട്ട് ഈസ് ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു മീ, ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഐ ഷുഡ് ലേൺ ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദാറ്റ് ഐ ഹാവ് ടു ഇംപ്രൂവ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതായിരിക്കണം സദാ ഉള്ള നമ്മളുടെ ക്വസ്റ്റ്യൻസ്. അതിന് സോ വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച് ഇൻ മൈ സെൽഫ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും? അങ്ങനത്തെ ആ ഒരു ക്വസ്റ്റ്യനിങ് നമ്മളോട് തന്നെ. എന്നിട്ട് പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക സാധാരണ? അപ്പൊ അവരിനിയും പഠിച്ചിട്ടില്ല, ഇനി ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഇനി പഠിക്കും, നമ്മളൊക്കെ പുറമേക്കാണ്. അതിന് പകരം തിരിക്കുക. എന്നിട്ട് അപ്പൊ എന്ത് പറ്റും? നമുക്ക് നേരത്തെ ആ ക്വാളിഫിക്കേഷൻ കിട്ടും. എന്താ ക്വാളിഫിക്കേഷൻ? ചിത്തശുദ്ധി എന്ന ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും കിട്ടും. ഇനി നമ്മള് ഇപ്പം ഈ പറയുമ്പം അഗെയിൻ ഒരു കാര്യം മനസ്സിലാക്കണം. അത് വിഷ്ണു മാത്രമല്ല, ശിവനാണെങ്കിലും ഇത് തന്നെയാണ്. സോ ദേവിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഒരു ഭേദവും ഇല്ല. നമ്മളുടെ ഇഷ്ടദേവത സങ്കല്പത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശ്രീരുദ്ര എടുക്കുകയാണെങ്കിൽ ശ്രീരുദ്രത്തിലും ഭഗവാന്റെ ഇതേപോലെ ഈ വിശ്വരൂപ ദർശനത്തിൽ പറയുന്ന പോലെ രുദ്രം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇന്നോ നാളെയായിട്ടൊന്ന് ശ്രീരുദ്രം കേട്ട് നോക്കൂ. അപ്പൊ അറിയാം ഭഗവാന്റെ വിവിധ തരത്തിലുള്ള നിറങ്ങളിലും മുടിയുടെ കളർ വരെ, പച്ച മുടിയുള്ളവനെ. അതായത് സോ നമ്മളുടെ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഇൻക്ലൂസീവ് ആണ്. നമുക്ക് എക്സ്ക്ലൂഡിംഗ് ആയിട്ട് ഒന്നുമില്ല. വി ഡോണ്ട് എക്സ്ക്ലൂഡ് എനിത്തിങ്. അവിടെ അപ്പൊ മഹാദേവന്റെ ആ വിശ്വരൂപമാണ് ശ്രീരുദ്രത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അവനെയും ആ നമ്പർ ഓഫ് ഹെഡ്സിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പുരുഷ സൂക്തത്തിൽ പറയുന്ന പോലെ സഹസ്ര ശീർഷ പുരുഷ എന്നാണ് പറയുന്നത്. അപ്പൊ സഹസ്ര ശീർഷ ഇവിടെയുള്ള സകലത്തിലും ഉള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ ഇവിടെ കാണുന്ന എല്ലാത്തിന്റെയും ശിരസ് എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ശിരസ് തന്നെയാണ്. അപ്പം അതിന് സഹസ്രം എന്നുള്ള അവിടെ ഇൻഫിനിറ്റ്. അപ്പൊ ഇൻഫിനിറ്റ് ഹെഡ് ആയിട്ടുള്ള ഇവിടുത്തെ ആ സാക്ഷിയായിട്ടുള്ള നിലനിൽക്കുന്ന ആ സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്ന ആ ചൈതന്യം അത് ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ സർവ്വരും എല്ലാവരും ഭഗവാന്റെ തല, നമ്മൾ കാണുന്ന ഓരോ തലയും ഭഗവാന്റെ തലയാണ്, കാണുന്ന ഓരോ മുഖവും ഭഗവാന്റെ മുഖമാണ് എന്ന് ഓർമ്മയ്ക്ക്. എന്നിട്ട് എന്താ പറയുക, നമ്മളിപ്പോ ഈ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരണം എന്തൊക്കെ കാണാന്നാണ് പറയുന്നതെന്നറിയോ? ഭഗവാൻ പറയാണ്, പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തദാ പറയണം. അപ്പൊ പശ്യാൻ എന്തൊക്കെ കാണിക്കണം? പശ്യ ആദിത്യാൻ. പശ്യതി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കാണുക എന്നുള്ളത്. അപ്പൊ എന്താ കാണാം? പശ്യ ആദിത്യാൻ. അപ്പം ഈ പ്രപഞ്ചത്തില് നമുക്ക് ഭഗവാൻ ഒന്നേ ഉള്ളെങ്കിലും ദേവതകൾ ധാരാളമാണ്. ദേവതകൾ ധാരാളം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് ഈ ഇവിടുത്തെ പ്രകൃതിയിലെ എല്ലാ ഫിനോമിനും എവറിഥിങ് നമുക്ക് ദേവതയായിട്ടാണ് നമ്മുടെ സങ്കല്പമല്ല. അതാണ് ശരി. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിന്റെ ഇത്രയും പ്രസക്തി. ഇപ്പൊ നമ്മൾ പ്രകൃതിയിലെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, വാല്യൂ ചെയ്യണം, നമ്മൾ അതിന് നന്ദി ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ എൻവയോൺമെന്റൽ ഗ്രൂപ്പ്സും NGOസും ഒക്കെ പ്രവർത്തിക്കുന്നത് പറഞ്ഞിട്ടല്ലേ. നമ്മളുടെ എന്നോ പറഞ്ഞു വെച്ചു ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള ഓരോ ഒന്നും നമുക്ക് ദേവതയാണ്. അപ്പം ആ ദേവതകളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം പശ്യ ആദിത്യാൻ വസു രുദ്രാൻ. അപ്പൊ അഷ്ടവസുക്കള് രുദ്രന്മാര്. അപ്പോ നമ്മള് ബൃഹദാരണ്യ ഒരു ഉപനിഷത്ത് എടുത്താല് എന്താണ് വസുക്കൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ വസുക്കളില് അഗ്നി, വായു, പൃഥ്വി, അന്തരീക്ഷം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അങ്ങനെ ദ്യൗ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ പൃഥ്വി നമ്മളുടെ ലോകം എന്ന് വെച്ചാൽ അത് നമ്മുടെ മേലുള്ള ലോകമായിട്ടുള്ള സ്വർഗ ലോകം എന്ന് പറയുന്നത് മേലത്തെ ഭാഗം, അന്തരീക്ഷമായിട്ട് പറഞ്ഞു.
അപ്പം ഈ തത്വങ്ങളെയാണ് നമ്മൾ വസുക്കൾ എന്ന് പറയുന്നത്. പിന്നെ ആദിത്യന്മാർ, നമുക്ക് ഇതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് എടുത്തിട്ടുള്ളതാണ്. 12 ആദിത്യന്മാരാണ്. 12 ആദിത്യന്മാരെന്ന് വെച്ചാൽ ഒരേ സൂര്യനാണ്, പക്ഷെ 12 രാശികളിൽ അഥവാ 12 മാസങ്ങളിൽ സൂര്യന് ഡിഫറെന്റ് പവേഴ്സ് ആണ്. നമുക്കറിയാം അല്ലെ? ഇപ്പോ പാലക്കാടൊക്കെ താമസിക്കുന്നത് കൂടുതൽ അറിയാം. മാർച്ച് ഏപ്രിൽ മെയിലുള്ള സൂര്യനല്ല ജനുവരി ഫെബ്രുവരി ഡിസംബറിലുള്ള സൂര്യൻ. അപ്പൊ സംവത്സരത്തിനനുസരിച്ച് 12 നമുക്ക് ആദിത്യന്മാര്. പിന്നെ രുദ്രന്മാര് നമുക്ക് ഏകാദശ രുദ്രൻ ആണ്. അപ്പോൾ ഏകാദശ രുദ്രന്മാര് ഏതാന്ന് എഗെയിൻ ബൃഹദാരണ്യകത്തില് ചോദിക്കുന്നുണ്ട്. അപ്പം അത് ഏകാദശ രുദ്രന്മാര് ഏതാന്ന് ചോദിക്കുന്നതിൽ നമ്മളുടെ 10 ഇന്ദ്രിയങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ 10 ഇന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5 5 5 10. അതിനോടൊപ്പം മനസ്സ്. ഈ മനസ്സൊന്നും ഉണ്ടെങ്കിലാണല്ലോ ബാക്കി ഇതെല്ലാം ഫങ്ഷണൽ ആവുള്ളൂ. അപ്പം ഈ 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്ന് ഏകാദശം എന്ന് വെച്ചാൽ 11 രുദ്രന്മാർ. അപ്പം ആദിത്യന്മാര്, വസുക്കള്, രുദ്രന്മാർ ഇതെല്ലാം ഈ വിശ്വരൂപത്തിന്റെ ഭാഗമാണ്. പിന്നെ അശ്വിനികുമാരന്മാര് നമുക്ക് ഈ പ്രാണശക്തി നൽകുന്നത് അശ്വിനികുമാരന്മാരാണ്. പ്രാണനില്ലെങ്കിലും അപ്പൊ അതും ദേവതയല്ലേ. അപ്പം പിന്നെ മരുത് ദേവതകൾ. മരുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വായുവാണ്. വായുവും അത് ഈ സൂര്യനെ ആദിത്യനെ പറഞ്ഞ പോലെ പല തരത്തില് മരുത്തുകളുണ്ട് അല്ലെ. നമുക്കറിയാം ഹറിക്കെയിൻ, ടൊർണാഡോ, വളരെ ബ്രീസ്, അങ്ങനെ പലതരത്തിലുള്ള വായു ഉണ്ട്. അപ്പം അത് പലതും ഇതെല്ലാം തന്നെ അദൃഷ്ടപൂർവാണി. ആ ദൃഷ്ട കണ്ണിന് നിങ്ങൾ അധികം കാണാത്തതാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേണ് അറിയുള്ളൂ, വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അറിയുന്നില്ല. അദൃഷ്ടപൂർവാണി മാത്രമല്ല നമ്മള് എന്താ നമുക്കിപ്പോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും സമയമുണ്ടോ? വി ആർ ടു ബിസി അല്ലേ. അപ്പൊ വി യൂഷ്വലി ടേക്ക് ഓൾ ദിസ് ഫോർ ഗ്രാൻഡഡ്. അതൊക്കെ എന്ത് 12 സൂര്യന്മാരത്ര, 11 അഷ്ടവസുക്കള്, 8 വസുക്കള്, ഏകാദശ രുദ്രന്മാര്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല അപ്പൊ അല്ലെ? ഇപ്പൊ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കൂ. പക്ഷെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പം എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി വി വിൽ അപ്രീഷിയേറ്റ്. എന്താണ് അത് ശ്രദ്ധിക്കാത്ത തന്നെ വി നെവർ അപ്രീഷിയേറ്റഡ് ഇറ്റ് ഓൾസോ. അതിനെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യം. ആ ദൃഷ്ടമാണ്, നോക്കിയാൽ മാത്രം ഗോചരമാവുന്നത്. അപ്പൊ അദൃഷ്ട രൂപാണി. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയ്ക്കത്ര വണ്ടർഫുൾ കാര്യങ്ങളാണ്. നമ്മൾ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ ഏറ്റവും എനിക്ക് വളരെ ആയിട്ട് വണ്ടർമെന്റ് ഉള്ള കാര്യമാണ് മഴ എന്നുള്ളത്. ഈ നമുക്ക് ശാസ്ത്രത്തിന്റെ പുരോഗതിക്കനുസരിച്ച് നമ്മൾ എന്താ പറയാ, നമ്മള് മനുഷ്യന്മാര് എല്ലാത്തിനെയും ശാസ്ത്രം, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉണ്ടല്ലോ, എല്ലാം സയന്റിഫിക് ആണെങ്കിലാണ് ഞങ്ങൾ ഇതാവുള്ളൂ, ബാക്കി എല്ലാം നിങ്ങൾക്കൊക്കെ എല്ലാം മിത്താണ്. ഇവിടെ അപ്പോ ശാസ്ത്രമാണ് പുരോഗമിക്കുന്നത് എന്ന്. അപ്പം ഈ ശാസ്ത്ര പുരോഗതിയിൽ ഇപ്പൊ മഴ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവര് പറയും, വി ക്യാൻ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ റെയിൻ അല്ലെ. പക്ഷേ നിങ്ങൾ ഏത് ശാസ്ത്രജ്ഞനോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം മിനിമം വേണം. അതിന്റെ പേരാണ് മേഘങ്ങൾ. ക്ലൗഡ് ഉണ്ടെങ്കിൽ ആ ക്ലൗഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കെമിക്കൽ ഇട്ടാൽ അവിടെ മഴ പെയ്യിക്കാൻ പറ്റും, കെമിക്കലായിട്ട് റെയിൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ ക്ലൗഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതും സാധ്യമല്ല. അപ്പം ഈ പ്രകൃതിയിലെ ഓരോ മഹാത്മ്യങ്ങളും നമ്മൾ വർണ്ണിക്കണം. അപ്പം അതെല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന്. അതാണ് അപ്പം എല്ലാം ചേർന്ന് അതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാത്തിനും ഒരു അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ വേറെ ഒരു വിനോദമാണ് ക്ലൗഡ് വാച്ചിങ് എന്നുള്ളത്. എത്ര പേർക്കുണ്ട് എന്നറിയില്ല. അപ്പൊ കുറച്ചൊക്കെ സമയമെടുത്ത് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ഒബ്സർവേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പശ്യതി കശ്ചിനേനെന്ന് ഭഗവാൻ പറഞ്ഞ പോലെ ആശ്ചര്യം ഇല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും. ബട്ട് നമ്മളുടെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ് നമുക്ക് അല്ലെ. ഇപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് കൂടുതലായത് തന്നെ ഈ വക കീ തിങ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ മഹാത്മ്യമേറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് ഒഴിവില്ല. അപ്പം
ഭഗവാൻ നമ്മള് ഈ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട് നോക്കുക. എന്നിട്ട് നമ്മളുടെ കണ്ണ് എന്താ, നമ്മുടെ കണ്ണിന്റെ ഒരു മെക്കാനിസം ജസ്റ്റ് ഏതെങ്കിലും നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളും അതിന്റെ ഒരു കേപ്പബിലിറ്റി എന്താണ്, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എന്ന് ഇതൊക്കെ തന്നെ നമുക്ക് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ നല്ല ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളിപ്പോ ഒരു സെൽഫ് ലവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഈശ്വര പ്രേമത്തിൽ നല്ലെന്നുണ്ടെങ്കിൽ സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ വിധീയതയെന്ന് വിവേക ചൂടാമണിയിൽ നമ്മൾ ശങ്കരാചാര്യർ പറഞ്ഞു. സോ അപ്പൊ ഞാനത് ഇംഗ്ലീഷിലാക്കുകയാണ്. സ്വസ്വരൂപാനന്ദ നമ്മൾ നമ്മളുടെ സ്വന്തം സ്വരൂപത്തിനെ അനുസന്ധാനം ചെയ്യുക, അതിനെ ഒരു മെഡിറ്റേറ്റ് ചെയ്യുക. സോ സ്റ്റാർട്ട് വിത്ത് സെൽഫ് ലവ് എന്ന് ഞാൻ വളരെ 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 ലോ ലെവലായിട്ട് പറയുന്നു. എന്നിട്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. മനസ്സെന്താണ്, എന്തുമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് മനസ്സെന്ന് വെച്ചാൽ. അപ്പൊ മനസ്സിനെ എന്താ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അപ്പൊ തോന്നും, ഓക്കെ, ഇപ്പൊ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഒരു 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 സാധനയുടെ ഒരു വലിയ ഒരു ഫേസ് ഓഫ് സാധന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു ഘട്ടം എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ആ ഒരു വിശ്വരൂപ ദർശനത്തിന് നമുക്ക് ഇനി ഒരു വിശ്വരൂപ ദർശനത്തിന് വേറൊരു ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യം ജസ്റ്റ് ആകാശം നോക്കിയിരിക്കാം. ആകാശം നോക്കി എവിടെ പറ്റുമെന്ന് എനിക്ക് അല്ലേ എന്നൊക്കെ ആയിരിക്കും ചോദ്യം. എനിക്ക് അറിഞ്ഞൂടെ. പറ്റും. അതിന് വലിയ പൈസ ചെലവൊന്നുമില്ല. ആകാശത്തേക്കല്ലേ നോക്കണ്ടു. അപ്പം ആകാശത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പം ആകാശം ശരീര ബ്രഹ്മ, അതായത് ബ്രഹ്മത്തിന്റെ ശരീരം എന്നുള്ളത് ഈ ആകാശമാണ്. സോ ഹൗ വാസ്റ്റ് ഇറ്റ് ഇസ്. അപ്പം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പൊ ഈ ആകാശം എന്നുള്ളതിലാണ് കംപ്ലീറ്റ് ഈ പ്രപഞ്ചം അതിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ബ്രഹ്മ ശരീരമാണ് ആകാശം. അത് നമുക്ക് നമ്മുടെ യശോദമ്മ ആ കുഞ്ഞു കണ്ണന്റെ വായല് ഈ പ്രപഞ്ചം മുഴുവനും കാണുന്നുണ്ട് അല്ലേ. വായ തുറക്കാൻ പറയുമ്പോ സർവ്വതും അതിനൊരു അപ്പൊ യശോദ ഇരുന്ന് കാണുന്നത് പോലും ആ കുഞ്ഞു വായയുടെ ഉള്ളില് യശോദാമ്മ കാണുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മുടെ അർജുനെ പോലെ തന്നെ യശോദാമ്മ പറയാണ്, വേണ്ട വേണ്ട, ഇത് പറ്റില്ല, ഇത് അടച്ചു വെക്കുക, നീ കാണിക്കണ എന്തോ കുഴപ്പമാണ്, അതുകൊണ്ട് വേഗം വായ പൂട്ടി വെക്കുക എന്ന് പറഞ്ഞ് യശോദാമ്മ കുഞ്ഞു കണ്ണന്റെ വായ അടപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താ കാരണം? ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനും ആ വായയുടെ ഉള്ളിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും യശോദാമ്മ ഭഗവാനെ കുഞ്ഞു ബേബി ആയിട്ടാണ്, കുഞ്ഞു കുട്ടിയായിട്ടാണ്, കുഞ്ഞു വാവയായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഭഗവാനായിട്ടല്ല അവിടെ കാണുന്നത്. അപ്പം നമുക്ക് ഈ കഥാസന്ദർഭങ്ങൾ നമ്മളുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള കഥാസന്ദർഭങ്ങളിലെല്ലാം തന്നെ വലിയ വലിയ തത്വങ്ങളാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഭഗവാന്റെ നിറം എന്താ? ഭഗവാന്റെ നിറം നീല നിറം. ആ നീല നിറം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി നമുക്ക് സയൻസും ലോജിക്കിലേക്കൊക്കെ വരാം. നമ്മള് മനുഷ്യരുടെ നിറം ഒന്നുകില് വെളുത്ത നിറം, അല്ലെങ്കിൽ കറുത്ത വെള്ളക്കാരെന്ന് പറയില്ലേ അല്ലെ, മലയാളത്തിൽ അങ്ങനെയല്ലേ പറയും, വെള്ളക്കാര്, കറുത്ത വർഗ്ഗക്കാര്. ഇനി ഈ മംഗോളിയ ആവുമ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡ്, പിന്നെ നമ്മളെ പോലുള്ള ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു ബ്രൗൺ. ഇങ്ങനെ ഈ 4 നിറങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉള്ളൂ. ഈ നീല നിറത്തിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിലുള്ള ആ ഒരു സിംബോളിസം എടുത്ത് പറയാനായിട്ടാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ, ആകാശം ശരീരം ബ്രഹ്മ. ആ ബ്രഹ്മത്തിന്റെ ശരീരം തന്നെ ആ നീല നിറമാണ്. അപ്പം ആ നീലമേഘ ശ്യാമളൻ എന്നുള്ള ആ കൃഷ്ണ വർണ്ണത്തിനെ കൊണ്ട് എന്താണ്, ഈ പ്രപഞ്ചത്തിലെ ഗാലക്സീസ് ഒക്കെ മുഴുവനും അതിലാണ് നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പ്രപഞ്ചം മുഴുവനും അദ്യ പശ്യ, നീ ഇത് മുഴുവനും എൻ്റെ ശരീരത്തില് നിനക്ക് കാണാം, അത് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഈ ശരീരത്തിൽ നിനക്ക് കാണാൻ കഴിയും എന്ന് ഭഗവാൻ പറയണം. നമുക്ക് പിന്നെ നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.